വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അല്ല, നമുക്ക് ഇതിലൊരു യൂട്യൂബ് അൽഗോരിതം ഉണ്ട്. നമുക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിനനുസരിച്ച് വീഡിയോ ചെയ്താൽ മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നൊരു ടോപ്പിക് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യരുത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിൽ പോകാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. യൂട്യൂബ് ചാനൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്നത് വളരെയധികം നമുക്ക് ശ്രദ്ധിക്കണം. യൂട്യൂബ് ചാനൽ കേരള സൈഡിൽ വീഡിയോ ചെയ്യുന്നത് ആരും ഗ്രോ ചെയ്യില്ല. ഇത് യൂട്യൂബിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്യൂബ് അൽഗോരിതം ഉണ്ട്. യൂട്യൂബ് അൽഗോരിതം നമുക്ക് കൺസിസ്റ്റൻസി, പിന്നെ ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ സംസാരിക്കുന്ന ഐ കോണ്ടാക്ട്, നമ്മളൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. ഐ കോണ്ടാക്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ പറയുന്നുണ്ട്, എല്ലാ പോയിന്റ്സും പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമുക്ക് വീഡിയോ ക്ലാരിറ്റിയാണ്. ഓക്കെ, നമ്മളൊരു വീഡിയോ കാണുക അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അത് കണ്ടിരിക്കും, ഒരിക്കലും ഇല്ല. നമുക്ക് അത്യാവശ്യം നല്ല റെക്കോർഡ് ക്വാളിറ്റി, നല്ല 4K ക്വാളിറ്റിയിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോണുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ തന്നെ, നമുക്കൊരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ക്വാളിറ്റി അവിടെ ഓക്കെ. ഇനി എന്താ വേണ്ടത്, നമുക്കൊരു നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് വിസിബിൾ, നല്ല പ്രിസൈസ് ആയിട്ട് നമുക്ക് വ്യൂവേഴ്സിലേക്ക് എത്തിക്കണം. അതിനെന്ത് വേണം, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്ക് വേണം. നമുക്കൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിൽ നമുക്ക് അവർക്ക് വലിയ വിലയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്ക് ഒന്നും വാങ്ങാൻ കഴിയണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ബഡ്ജറ്റ് മൈക്ക് മേടിക്കാം. നമുക്ക് ബൈ M1 എന്ന് പറഞ്ഞ മൈക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. വയർലെസ് മൈക്കും അവൈലബിൾ ആണ്, വയർ മൈക്കും അവൈലബിൾ ആണ്. ബോയൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ K8 എന്ന് പറഞ്ഞ മൈക്കിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കാണ്. ഒരു 700 സംതിങ് ഒരു മൈക്കിന് വരുന്നുള്ളൂ. വയർലെസ് മൈക്കാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമുക്ക് വോയിസ് ക്വാളിറ്റി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൈക്ക്. നിങ്ങളൊരു യൂട്യൂബിൽ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി, അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ. പിന്നെ നമുക്ക് ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നമ്മൾ ഓക്കെ ആയി. ഇനി എന്ത് വേണം, നമുക്ക് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിന്റെ ക്യാമറ ലെൻസിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്, സ്ക്രീനിലേക്ക് നോക്കിയിട്ടില്ല. എൻ്റെ ക്യാമറയുടെ ലെൻസിലേക്കാണ്. ലെൻസിലേക്ക് നോക്കി സംസാരിക്കുമ്പോഴുള്ള പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുകയും ചെയ്യും. ഞാൻ എൻ്റെ ഫോണിന്റെ ബാക്കിൽ ക്യാമറയാണ് സംസാരിക്കുന്നത്, സെൽഫി ക്യാമറ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് എനിക്ക് കാണുന്നില്ല, നിങ്ങൾക്ക് മാത്രമേ എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. നമുക്കൊരു ഡിസ്ട്രാക്ഷൻ കാണാനൊന്നും വരുന്നില്ല. ക്യാമറയുടെ നേരെ ലെൻസിലോട് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻറ്റ് കാര്യങ്ങളൊക്കെ കൂടും. നമുക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഐ കോണ്ടാക്ട് വളരെയധികം പ്രധാനമാണ്. നമുക്ക് വ്യൂവേഴ്സ് ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും മുഖം നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് ഒരിക്കലും നമ്മളെ വീഡിയോ കണ്ടിരിക്കത്തില്ല. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ. ഓക്കെ, നാലാമത്തെ കാര്യം, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, നമ്മളെ ഡ്രസ്സ്, നമ്മൾ ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളൊരു മെസ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ
ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കുന്നത്. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മെസ്സാണ്. മെസ്സല്ല, അത് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് മെസ്സാണ്. അത്യാവശ്യം ബിഗിനേഴ്സ് ആയിട്ട് ആൾക്കാരാണെങ്കിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ ഓഡിയോ ക്വാളിറ്റി പറഞ്ഞു, വീഡിയോ ക്വാളിറ്റി പറഞ്ഞു, നമ്മൾ ഐ കോണ്ടാക്ട് പറഞ്ഞു, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മൾ ഔട്ട്ഫിറ്റ് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീഡിയോ ചെയ്യണം, നമ്മളെ ഇപ്പോൾ കുറേ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ഡിസ്ട്രാക്ഷൻ തോന്നാൻ പാടില്ല. അത്യാവശ്യം നല്ല നമുക്ക് നീറ്റായിട്ടുള്ള ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ക്യാമറയുടെ മുന്നിലേക്ക് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുമ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോസ് ഇട്ട്, ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഒരു വീഡിയോസ് ഇട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. യൂട്യൂബിൽ നമ്മൾ ഗ്രോ ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം കൺസിസ്റ്റൻസിയാണ്. നമ്മളിപ്പോൾ തിങ്കളാഴ്ചയാണ് വീഡിയോ, ആഴ്ചയിൽ 2 വീഡിയോ ആണെങ്കിൽ നമ്മൾ 2 വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച 4 മണിക്കാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മണിക്ക് തന്നെ നമ്മൾ അടുത്ത ആഴ്ച തിങ്കളാഴ്ചയും ഓൾറെഡി അപ്ലോഡ് ചെയ്യണം. അതാണ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ യൂട്യൂബ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമ്മൾ കൂടുതൽ വ്യൂവേഴ്സിലേക്ക് നമ്മൾ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. കൂടുതൽ ആൾക്കാർ കാണുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.